അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പം നമ്മളെ പാഠം എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വായിച്ചാൽ മാത്രം പോരാ, അർത്ഥം വെച്ച് ആവർത്തിച്ച് വായിച്ച് പിന്നെയും വായിച്ച് എന്തെങ്കിലും ഒരു പ്രയാസം തോന്നുന്ന വാക്കുകൾ ഉസ്താദിനോട് ചോദിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോട്ട് പുസ്തകങ്ങളിലൊക്കെ എഴുതിയിട്ട് അങ്ങനെ മുന്നേറിയാൽ മാത്രമേ നമുക്ക് ഈ ഭാഷയിൽ ഹിന്ദിയിൽ നമുക്ക് പുരോഗമനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും നല്ല താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇൻഷാ അല്ലാ. ഇനി നമുക്ക് ബാക്കി നോക്കാം. ബാലുവിനെ കേലി ഫുട്ബോൾ അല്ലേ. ബാലു ഒരു തണുപ്പൻ കാലത്ത് നടക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഭയങ്കര തണുപ്പാണ്. ആകെ ഒരു ടെൻഷനായി, ആകെ ഒരു ബേജാറായി. അപ്പോഴാണ് ഒരു മരത്തിൻ്റെ അടിയിൽ ഒരു ബോൾ ആകൃതിയിൽ ഒരു സാധനം കണ്ടത് അല്ലേ. അപ്പോൾ അയാൾ എന്ത് വിചാരിച്ചു, ഇതിലെന്തെങ്കിലും തട്ടി കളിച്ചിട്ട് കുറച്ചോ തണുപ്പ് അകറ്റാൻ വേണ്ടി കുറച്ച് ചൂട് കിട്ടുമല്ലോ, അപ്പോൾ എന്തെങ്കിലും തട്ടി കളിക്കാമെന്ന് വിചാരിച്ച് ആ ഉരുണ്ട സാധനത്തിൻ്റെ അടുത്തേക്ക് പോയി അല്ലേ. ആ സാധനം എന്തായിരുന്നു നോക്കാം. ആവ് ദേക്ക നതാവ്. എന്ത്? आव देखा न ताव, बालूजी ने पैर से उछाल दिया शेर के बच्चे को. हड़बड़ी में शेर का बच्चा दहाड़ा और फिर पेड़ की एक डाल पकड़ ली. वाक्य नहीं क्यों? आव देखा न ताव, बालूजी ने पैर से उछाल दिया शेर के बच्चे को. हड़बड़ी में शेर का बच्चा दहाड़ा और फिर पेड़ की एक डाल पकड़ ली. നോക്കിക്കോ, ആവ് ദേക്ക നതാവ്. അതിൻ്റെ അർത്ഥം അതങ്ങനെ എഴുതണം, ഒന്നിച്ചെഴുതണം. അതൊരു പ്രയോഗമാണ്. ആവ് ദേക്ക നതാവ്, ഒന്നും നോക്കിയില്ല. ആവ് ദേക്ക നതാവ്, ഒന്നും നോക്കിയില്ല. നമ്മൾ പറയില്ലേ, പിന്നീട് ഒന്നും നോക്കിയില്ല, ഒറ്റ ചാട്ടം അല്ലെങ്കിൽ ഒറ്റ തീറ്റ, തിരിഞ്ഞും മറിഞ്ഞും നോക്കിയില്ല, ഒറ്റ തീറ്റ എന്നല്ല പറയില്ലേ. ഇതേപോലെ ആവ് ദേക്ക നതാവ് അതൊരു പ്രയോഗമാണ്. പിന്നീടൊന്നും നോക്കിയില്ല. ബാലുജീനെ പൈർ സെ ഉച്ചാൽ ദിയ ഷേർ കെ ബച്ചേക്കോ. ബാലുജീനെ നമ്മുടെ ഈ ബാലുജി ആര്, ഈ കരടിക്കുട്ടൻ എന്ത് ചെയ്തു? പൈർ സെ, പൈർ മീൻസ് കാല്, കാല്, പൈർ സെ കാലിൽ ഉച്ചാൽ ദിയ, ഉച്ചൽന എന്ന് പറഞ്ഞെങ്കിൽ ചാടുക, ചാടുക, ഉച്ചാൽന എന്ന് പറഞ്ഞെങ്കിൽ ചാടിക്കുക, അതായത് തട്ടുക എന്നാണ്, തട്ടുക. അപ്പോൾ പൈർസെ കാല് കൊണ്ട്, ഉച്ചാൽ ദിയ തട്ടി, ആരെ? ഷേർ കെ ബച്ചേക്കോ, ഈ സിംഹക്കുട്ടിയെ, ഷേർ കെ ബച്ചേക്കോ സിംഹക്കുട്ടിയെ. ഹഡ്ബടി മേം ഷേർ കാ ബച്ച ദഹാഡ. ഹഡ്ബടി മേം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഹഡ്ബടി മേ ഷേർ കാ ബച്ച ദഹാഡ. ദഹാഡ പറഞ്ഞെങ്കിൽ അലറി, അലറി. ഹഡ്ബടി, സോറി, ഇത് പെട്ടെന്ന് എന്നല്ല, ഒരു എന്ത്, ആകെ ഒരു ശബ്ദമുണ്ടാക്കുക, ഹഡ്ബടി, ബഹളം. ഇതിൻ്റെ അർത്ഥം അങ്ങനെ ഇരിക്കുക, ബഹളം, ഹഡ്ബടി ബഹളം. അപ്പോൾ നല്ലൊരു ബഹളം ഉണ്ടാക്കി, ആ ഒരു ഒച്ചപ്പാടിൽ എന്താക്കി, ഒന്ന് ഉറക്കെ അലറി. ദഹാഡെന്ന് പറഞ്ഞെങ്കിൽ അലറുക, ഹഡ്ബടി പറഞ്ഞെങ്കിൽ ബഹളം, ഹഡ്ബടി ബഹളം. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കരടി വന്ന് ചവിട്ടിയപ്പോൾ ആകെ ഒന്ന് അവിടെ ഒരു കോലാഹലം ഉണ്ടായി, ബഹളമുണ്ടായി. ആ ബഹളത്തിൽ ആര്, നമ്മളെ സിംഹക്കുട്ടി ഒന്ന് അലറി. ഔർ ഫിർ പേടിക്ക് ഏക്ക് ഡാൽ പക്കഡ്ലി. ഔർ ഫിർ പറഞ്ഞെങ്കിൽ പിന്നെ, പിന്നെ, നമ്മൾ ഉറുദുവിലും ഫിർ എന്ന് പറയില്ല, ഫിർ അത് തന്നെയാണ്. ഔർ ഫിർ എന്നിട്ട് പിന്നെ എന്തായി, പേടിക്ക് ഏക്ക് ഡാൽ, പേട് മരം, മരത്തിൻ്റെ ഏക്ക് ഡാൽ മീൻസ് ബ്രാഞ്ച്, മരക്കൊമ്പ്, ഡാൽ മരക്കൊമ്പ്. പേടിക്ക് ഏക്ക് ഡാൽ മരത്തിൻ്റെ ഒരു കൊമ്പ്, പക്കഡ്ലി പിടിച്ചു, പക്കടിന പിടിക്കുക. മഗർ ഡാൽ ടൂട്ട് ഗയി, ബാലു സാഹബ് ജൽദി ഹി മാമല സമജ് ഗയെ, പച്തായെ ലേക്കിൻ അഗലെ ഹി പൽ ദൗഡ്കർ ഫൂർത്തി സെ ദോനോം ഹാത്ത് ബഡായെ ഔർ ഷേർ കെ ബച്ചെ കോ ലപക് ലിയ. മഗർ പക്ഷേ, ഡാൽ ടൂട്ട് ഗയി, ഡാൽ ഈ മരക്കൊമ്പ് എന്തായി, ടൂട്ട് ജാന പൊട്ടുക, ടൂട്ട് ഗയി പറഞ്ഞാൽ പൊട്ടി. അത് ഉറുദുവിലും പറയുന്ന വേർഡാണ്.
ഏത് ടൂട്ടിന പൊട്ടുക. അപ്പോൾ മഗർ പക്ഷേ ഡാൽ ഈ മരക്കൊമ്പാണെങ്കിൽ ടൂട്ട് ഗൈ പൊട്ടിപ്പോയി. ബാലു സാഹിബ് ജൽദി ഹി മാംല സമജ് ഗയേ. ബാലു സാഹിബ് നമ്മുടെ കരടിക്കുട്ടൻ ജൽദി ഹി പെട്ടെന്ന് തന്നെ, ജൽദി ഹി പെട്ടെന്ന് തന്നെ, മാമല സമജ് ഗയേ. മാമല മീൻസ് സിറ്റുവേഷൻ, ചുറ്റുപാട് സംഗതി മനസ്സിലായി. ഏതൊരു ഫുട്ബോളാണെന്ന് വിചാരിച്ചാണ് അടിച്ചത്. ഇപ്പം മനസ്സിലായി അതെന്തായിരുന്നില്ല, ഫുട്ബോൾ ആയിരുന്നില്ല, അതെന്തോ ഒരു ജീവിയായിരുന്നു എന്ന് മനസ്സിലായി. മാമല ചുറ്റുപാട്, സമജ് ഗയെ മനസ്സിലായി. മഗർ പക്ഷേ, ഡാൽ ടൂട്ട് ഗൈ മരക്കൊമ്പ് പൊട്ടിപ്പോയി. ബാലു സാഹബ് ജൽദി ഹി ബാലു കരടി ജൽദി ഹി പെട്ടെന്ന് തന്നെ, മാമല സമജ് ഗയെ ഈ ഒരു അവസ്ഥ ചുറ്റുപാട് സമജ് ഗയെ മനസ്സിലായി. പച്തായ എന്നിട്ട് അദ്ദേഹം ബാലു എന്ത് ചെയ്തു? പച്താന നേരത്തെ പഠിച്ചിരുന്നു. എന്ത് പച്താന? ഖേദിക്കുക. പച്തായ എന്ന് പറഞ്ഞെങ്കിൽ ഖേദിച്ചു. പച്തായ ഖേദിച്ചു. ലേക്കിൻ അഗലെ ഹി പൽ ദൗഡ്കർ ഫുർത്തി സെ ദോനോം ഹാത്ത് ബഡായെ ഔർ ഷേർ കെ ബച്ചെ കോ ലപക് ലിയ. ലേക്കിൻ പക്ഷേ, അഗലെ ഹി പൽ അടുത്ത നിമിഷം തന്നെ, അഗലെ എന്ന് പറഞ്ഞെങ്കിൽ അടുത്ത, അഗലെ അടുത്ത, കമ്മിങ് വരുന്ന, അഗലെ ഹി പൽ അടുത്ത നിമിഷം തന്നെ, പൽ നിമിഷം, അഗലെ ഹി പൽ അടുത്ത നിമിഷം തന്നെ, ദൗഡ്കർ ഓടിയിട്ട്, ദൗഡിന ഓടിയിട്ട്, ഫൂർത്തീസെ പറഞ്ഞെങ്കിൽ പെട്ടെന്ന്, പെട്ടെന്ന് എഴുതുന്ന നോക്കിയോ, ഫ എഴുതുമ്പോൾ എങ്ങനെ നോക്കിയോ, എഴുതുന്ന രീതി സ്പെല്ലിങ് നോക്കണം. ഫൂർത്തീസെ ഇർത്ത എങ്ങനെയാണ് ഇതിൽ നമ്മൾ ത്ര എഴുതുന്നെങ്ങനെ, തിർ എഴുതുന്നെങ്ങനെ എന്നൊക്കെ നേരത്തെ തുടക്കത്തിൽ അക്ഷരമാല പറയുമ്പോൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിയോ, ഫൂർത്തി അതെങ്ങനെയാണ് എഴുതിയതെന്ന് നോക്കിയോ. ദൗഡ്കർ ഓടിയിട്ട്, ഫൂർത്തീസെ പെട്ടെന്ന് തന്നെ, ദോനോം ഹാത്ത് ബഡായെ രണ്ട് കൈകളും, ദോനോം ഹാത്ത് രണ്ട് കൈകളും, ഹാത്ത് കൈ അറിയാലോ. ബഡായെ പറഞ്ഞെങ്കിൽ നീട്ടി, നീട്ടി. ബഡാന എന്ന് പറഞ്ഞെങ്കിൽ നീട്ടുക, ബഡാന. ഏത് ഡായാണെന്ന് നോക്കിയോ, കുറേ ഡാ ഉണ്ടല്ലോ, ഡഡണ്ണ, അതിൽ ഏത് ഡാ എന്ന് നോക്കിയോ. ഹാത്ത് ബഡായെ കൈകൾ നിവർത്തി, ഔർ ഷേർ കെ ബച്ചേക്കോ ഈ സിംഹത്തിൻ്റെ കുട്ടിയെ, ലപക് ലിയ ചേർത്ത് പിടിച്ചു. കൈ നീട്ടി എന്താക്കി, സിംഹക്കുട്ടിയെ നിലത്ത് വീഴാൻ അനുവദിച്ചില്ല, അതിനേക്കാൾ മുമ്പ് തന്നെ എന്താക്കി, ചേർത്ത് പിടിച്ചു. ലപക് ലേന പറഞ്ഞെങ്കിൽ ആലിംഗനം ചെയ്യുക അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുക, കെട്ടിപ്പിടിക്കുക. ലപക് ലേന ചേർത്ത് പിടിക്കുക, കെട്ടിപ്പിടിക്കുക. ലപക് ലേന. ഓക്കെ. अरे ये क्या, शेर का बच्चा फिर से उछालने के लिए कह रहा था. ഓക്കെ, നമ്മുടെ ആ പേജ് കഴിഞ്ഞില്ലേ ഇൻഷാല്ലാ. അപ്പോൾ 3, 4, 5 ഏകദേശം 10 വരിയാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. 10-11 വരി. ഈ 11 വരി ചുരുങ്ങിയതൊരു 5 വട്ടമെങ്കിലും വായിച്ചർത്ഥം വെക്കണം, വായിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ആദ്യം വായന ശരിയാക്കണം. വായന ശരിയാക്കിയതിന് ശേഷമാണ് അർത്ഥം വേണ്ടത്. അപ്പോൾ നമുക്ക് ഹിന്ദി ശരിക്ക് കൂട്ടക്ഷരം എങ്ങനെയാണ് വായിക്കേണ്ടത്, കൂട്ടിയിട്ട് എങ്ങനെയാണ് വായിക്കേണ്ടത്, അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 5 വട്ടം ഞാൻ മിനിമം പറയും. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു 5 വട്ടം. ഈ പീരീഡ് ആവണമെന്ന് പറഞ്ഞിട്ടില്ല, പീരീഡിൽ 1-2 വട്ടം വായിക്കാനുള്ള സമയം ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫ്രീ ആകുമ്പോൾ പിന്നെയും ഒരു 3 വട്ടം വായിക്കുക. വായിച്ചതിന് ശേഷം അർത്ഥം വെച്ച് പഠിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് അർത്ഥം വെക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അടുത്തൊരു പാരഗ്രാഫും കൂടി നിങ്ങൾ വെറുതെ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ, അർത്ഥം വെക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. പിന്നെ എന്ത് സംശയങ്ങളും ചോദിക്കാം. പിന്നെ പീരീഡിൻ്റെ പുറത്തുള്ള സംശയമാണെങ്കിൽ, പീരീഡ് കഴിഞ്ഞിട്ടുള്ള സംശയമാണെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. പീരീഡിൻ്റെ സമയത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ചോദിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ നമ്മളെ CCൻ്റെ പാർട്ടായിട്ട് ചെറിയൊരു വർക്കും കൂടി തന്നിരുന്നു. അത് ടെലിഗ്രാമിലുള്ള വോയിസ് കേൾക്കുക.